ഉള്ളിക്കൊക്കെ നല്ലോണം വില കൂടിയേക്കണെന്ന് പറയുന്നുണ്ട് വാസിലൊക്കെ. ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നല്ലോണം വില കൂടും ചെയ്യും. ഇതാന്നുള്ളത് ചീഞ്ഞും ചെയ്തിരിക്കണ്. വേങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങാനിട്ടാണ്. ഒരു ദിവസം കൂടുതൽ ഇരുന്ന ഉള്ളി ഞാൻ ചെയ്യുന്നുണ്ട്. ഫാത്തിമാത്ത ഞാനിന്ന് ഭയങ്കര ദേഷ്യത്തിലാണ്. ആരും മുഖത്ത് പോലും നോക്കണിയല്ല. ഇവനക്ക് ഇതെന്താ പറ്റിയത്? റാണിന്റെ കയ്യിൽ നിന്നേ നമ്പർ വാങ്ങിയിട്ടേ ഇന്നലെ ആ കുട്ടിക്ക് വിളിച്ചിരുന്നാലാ. എന്താ പറഞ്ഞെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ കല്യാണത്തിന് ഷാനിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞാൽ പോരമ്മാനോട്. നമ്മളെ ഉമ്മയെന്നുണ്ടെങ്കിലേ അടുത്ത ആഴ്ച തന്നെ ഷാനിൻ്റെ കല്യാണം നടത്തണം എന്നങ്ങാണ്ട് വാശി പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താകോ എന്തോ. അവരുമ്മി മക്കളെ എന്തെങ്കിലും ആവട്ടെ. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഞമ്മക്കേക്കാരം കുറ്റം. എന്തിനാ അത്? ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതേക്കാരം കുറ്റം. അവരെന്ത് ചെയ്താലും കുറ്റം ഉണ്ടാവില്ല. അവരുമ്മി മക്കളെ അങ്ങോട്ട് ഒന്നാവും. നമ്മളെന്നും പുറത്ത് തന്നെയാണ്. പക്ഷേ ആ മരമാക്രിനോട് നല്ല രണ്ട് വർത്താനം പറയാൻ പറ്റില്ലല്ലോ. അപ്പൂത്തിനും ഫോൺ വെച്ച് പോയല്ലോ. അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. മാക്രി അനക്കുള്ള പണി ഞാൻ തരട്ടാ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേടി എന്റെ നമ്പറിലോട്ട് വിളിക്കരുതെന്ന്. പിന്നെ എന്ത് ധൈര്യത്തിലടി നീ എന്നെ തിരിച്ചു വിളിച്ചേ? അയ്യടാ, എന്നോട് സംസാരിക്കാനേ ഇക്ക് വലിയ പൂതിയൊന്നും ഇല്ലടാ ഷാനെ. ഇന്നലെ എന്നെ വിളിച്ചിട്ടേ കുറെ അലറിയല്ലോ. അതിനുള്ള മറുപടി തരാൻ വേണ്ടിയിട്ടേ വിളിച്ചതാണ്. ഇന്നലെ ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറയണതിന് മുന്നേ ഇയാള് ഫോണോട്ട് കട്ടാക്കിയല്ലോ. നീ എന്നോട് ചൂടാറായോ? നിന്റെ മൂത്തപ്പന്റെ മോൻ അക്ബർ എന്നെ ഭീഷണിപ്പെടുത്തത് നീ അറിഞ്ഞിട്ടില്ലേ? അക്ബർ എന്നോട് എന്ത് പറഞ്ഞെന്നുള്ളതേ അത് ഇന്റെ വിഷയമല്ല. അനക്ക് അവനോട് അടിച്ച പോലെ സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്റെ മെക്കട്ടല്ല കയറല്. താൻ പോയിട്ട് ഓനോട് കാര്യം പറയടാ. അതല്ലാതെ ഇന്റെ നെഞ്ചത്തേക്ക് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ താൻ വിവരം അറിയും. എനിക്ക് ശരിക്കും അവനറിയില്ല. എടി, നിന്റെ ആന്തര്യത്തിൽ കൂടുന്നുണ്ട്. നീ വിചാരിച്ച കല്യാണം മുടക്കാലോ? ഞാൻ ഇന്നലെ കൂടി പറഞ്ഞല്ലേ. അയ്യടാ, അന്നെ കെട്ടാനേ ഇക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല ഷാനെ. പക്ഷേ ഈ കല്യാണേ ഞാനായിട്ട് മുടക്കൂല. ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത സ്ഥിതിക്ക് ഞാൻ എന്തിനാ ഈ കല്യാണം മുടക്കണത്? തനിക്ക് തൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഈ എൻ്റെ ഉമ്മാനോട് ചെന്ന് പറഞ്ഞിട്ടേ ഈ കല്യാണം മുടക്ക്. അല്ലാതെ പെണ്ണുങ്ങളെ മെക്കിട്ട് കയറാനേ നാണില്ല എനിക്ക്. നീ എന്നെ വെല്ലുവിളിക്കണോടി? വെല്ലുവിളിക്കൊന്നല്ലടോ, താക്കീത് തരികയാണ്. താൻ ഇന്നെ വല്ലാതെ പേടിപ്പിക്കാൻ നോക്കണ്ട. താൻ കല്യാണം കേൾക്കുന്നുണ്ടെങ്കിൽ കേക്ക്, മുടക്കുകയാണെങ്കിൽ മുടക്ക്. അതൊക്കെ തൻ്റെ ഇഷ്ടം. ഇഞ്ഞെങ്ങാനും ഇന്നെ വിളിച്ച് അലറിയിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ രീതിയിൽ അങ്ങോട്ട് പെരുമാറും. നീ എന്നെ വെല്ലുവിളിക്കാറായോടി? നിന്റെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാം. നിക്കാഹ് ഞാൻ മുടക്കില്ല. നിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കെട്ടിക്കൊണ്ടുവരും. ഇപ്പൊ നീ പറഞ്ഞതൊക്കെ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഈ ഷാൻ ആരാന്ന് അപ്പൊ നീ അറിയും. അഹങ്കാരി. ഈ എൻ്റെ കലിപ്പം വെച്ചിട്ടേ ഒരുപാട് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ കൂട്ടത്തിലെ ഇന്നെ പെടുത്തേണ്ട ഷാനെ എനിക്ക് ശരിക്കും ഈ അവനറിയില്ല. ഈ ഒന്ന് പറയുമ്പോഴേ ഞാൻ 10 എണ്ണം തിരിച്ചു പറയും. ആ ഐറ്റാണ് ഞാൻ.
ഞമ്മക്ക് നീ അട ഉണ്ടാക്കിയാലോ ആമിയെ? ഫസിലാക്കാക്ക് നല്ല ഇഷ്ടമാണ് അട ഉണ്ടാക്കുന്നത്. നമുക്ക് ശർക്കരക്ക് പകരേ പഞ്ചാര അട. ശർക്കര വല്ലാതെ അങ്ങോട്ട് ഇഷ്ടമല്ല ഫസിലാക്കാക്ക്. ആ എന്താ വെയില്, ഉദിക്കണ വെയിലാണെങ്കിൽ നല്ലോണം ചൂടുണ്ട്. അല്ല, ഈ ഫാസിൽ ഇന്ന് രാവിലെ പോയതാണല്ലോ, ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഉച്ചക്ക് ചോറുന്നാനും വന്നിട്ടില്ല. നല്ല കഥ. എവിടേക്കാ പോയത്? ഫാത്തിമ, ഫാത്തിമ ഒന്നിവിടെ വാ. ഫാസിൽ എവിടേക്കാ പോയത്? ആ എന്താ വരണമ്മ, വരാം. ഈ ഫാസിലാക്ക് എങ്ങണ്ടാ പോയതെന്ന് അറിയാഞ്ഞാല് ഇമ്മാക്കൊരു സമാധാനം ഉണ്ടാവില്ല. പുതിയ പണി അവിടെയൊക്കെ കിട്ടിയിരിക്കണ്, അതിന്റെ സൈറ്റ് പോയേക്കാൻ വേണ്ടിട്ട് പോയതാണ് ആള്. ഞാൻ എന്തായാലും പോയോക്കട്ടല്ലേ, വിളിയോണ്ട് വിളിയോ. ആ ഇജിന്ന് നേരത്തെ വന്നോ? ഷാൻ ഇത്ര നേരത്തെ വന്നോ ഫാത്തിമത്ത? അപ്പൊ എന്നെ ഇങ്ങോട്ട് മരുമകളായിട്ട് കൊണ്ടുവരാൻ നമുക്കൊരേ നിർബന്ധമല്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, നീ സമ്മതം? എന്ത്? അനക്ക് ഈ കല്യാണത്തിന് സമ്മതാന്നോ? ഇന്നലെ വരെ ആ കുട്ടിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലേ ദേഷ്യായിരുന്നല്ലോ എനിക്ക്. അത് പിന്നെ എൻ്റെ ഉമ്മയുടെ ആഗ്രഹമല്ലേ, എനിക്ക് എൻ്റെ ഉമ്മയുടെ ആഗ്രഹമല്ലേ വലുത്. അപ്പോ ഈ കല്യാണം നടക്കട്ടെ. പിന്നെ അവ നല്ല പെൺകുട്ടിയല്ലേ. എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. താത്ത കേട്ടത് ഷാന് കല്യാണത്തിന് സമ്മതിച്ചിരുന്നേ. ഇന്നലെ വരെ ആ പെണ്ണിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലേ ചൂടായിരുന്ന ചെക്കനെ. ഇതിപ്പോ പെട്ടെന്ന് എന്ത് സംഭവിച്ച്? ഇക്കെന്തൊരു പന്തികേട് തോന്നുന്നുണ്ട് ആമിയ. ഷാനെ സന്തോഷം കൊണ്ടല്ലേ ഈ കല്യാണത്തിന് സമ്മതിച്ചിരുന്നത്. അവന്റെ മുഖത്തെ വല്ലാത്തൊരു വാശിയും ഭാഗ്യമുണ്ട്. ഇമ്മാനോട് പറയുമ്പോഴേ വലിയ സന്തോഷമൊന്നുമില്ല. തരം കെട്ടിട്ടേ ആ പെൺകുട്ടിനോട് എന്തോ ഒരു വാശിയുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിപ്പോ സിനിമയത്തെ സീരിയലത്തെയും കഥ പോലെ ആയി. നല്ല കഥ. ഇമ്മ ദന്തം വിട്ട് കുന്തം പോലെ നിൽക്കണം. എന്നാലും താത്ത, ഇമ്മാന്റെ വിചാരം ഉണ്ടാവേ ഷാന് കല്യാണത്തിന് സമ്മതിച്ചപ്പോഴേ ഇമ്മ ജയിച്ചെന്നുള്ളത്. പഠിച്ചവനക്കറിയാം ഇനി എന്തൊക്കെ പൂരപ്പറമ്പാണാവും ഈ പെരന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. ഞമ്മക്ക് കണ്ടറിയാം മോളെ എന്തൊക്കെ ഇവിടെ നടക്കുന്നുള്ളത്. എന്തായാലും ഞാൻ ഉമ്മാന്റെ അടുത്തൊന്ന് പോയോക്കട്ടെ. ഇമ്മ നിർത്തി നിൽക്കണ്ട്, എന്താ ഇപ്പൊ സംഭവം എന്ന് വിചാരിച്ചാണ്ട്. ചായയിൽ പൊടി ഇട്ടുകാണ്ട് ബാക്കൊക്കെ വായോ, നമുക്കേ വായൻ്റെ പൊട്ടിക്കാം. എന്തായാലും അട ഉണ്ടാക്കാം വൈകുന്നേരത്തിന്. ഷാന് നേരത്തെ ഒന്നും ചെയ്തിക്കണല്ല. ഒരു കഥ എന്തായാലും. അവ നടൊക്കെ ഭയങ്കര വേദന അടി. ഞാൻ പറഞ്ഞത് വല്ലതും കേൾക്കുന്നുണ്ട്. ഈ വെറും പുസ്തകം പോയി ആയിട്ട് അവിടെ അങ്ങനെ ഇരുന്നോ? ഈ ഇങ്ങനെ ഒരേ ഇരുത്തിരുന്നിട്ടാണ് വേദന. ഈ ഇന്നലെ ഇരുന്ന് കണ്ട് ഒരു കോമഡി റീല് കണ്ടിരുന്നില്ലേ? അതൊന്നും നിന്റെ ഫോണൊക്കെ വിട്ടുതരുമോ? കോളേജ് ഗ്രൂപ്പിൽ വിട്ടു കൊടുക്കാനാണ്. ആ റീല് ഞാൻ സെൻഡ് ചെയ്ത് തരാം. സ്കൂൾ ഗ്രൂപ്പിൽ ഇടാനിട്ടാണ്. അവ ആദ്യം ഷാന്റെ വീട്ടിൽ നിന്ന് വിളിച്ചീന്നേ. ഷാന് കല്യാണത്തിന് സമ്മതിച്ചത്ര. എന്ത്? ഷാൻ സമ്മതിച്ചീന്നോ? പടച്ചോനെ, ആ മരപ്പടി കല്യാണത്തിന് പോയി സമ്മതിച്ച. ഇതിപ്പോ ചെകുത്താനും കടലിലും നടക്കാണല്ലോ എൻ്റെ അവസ്ഥ. വെറുതെ ഇരുന്ന് അവനെ തിരികേറ്റി എന്നെ പറഞ്ഞാ മതി. അവരെ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനേ ഇങ്ങോട്ട് വരണുണ്ടെന്ന്. ബെസ്റ്റ്, സമാധാനായി. മോൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടക്കേടൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മ. അവ എന്താ ഈ പറയണത്? വാശിപ്പുറത്ത് സമ്മതിച്ചതാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം വെച്ച് കളിക്കണം അവന്. ഞാനേ മൂത്താപ്പാക്കൊന്ന് വിളിച്ച് കാര്യം പറയട്ടെ. പിന്നെ അവ ആദ്യം എൻ്റെ ആളെ അക്ബറിനൊന്ന് വിളിച്ച് കാര്യം പറഞ്ഞാളാ. ഷാന അവനെ പറ്റിക്കണെന്നുള്ള കാര്യം. ഒരു പെണ്ണെ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഓൻ കളിച്ചിട്ടുണ്ടെങ്കിലേ ഞാനും കളിക്കും താത്ത. ഓൻ്റെ അലറലും ഭീഷണിയും കേട്ടുകാണ്ടേ പേടിച്ചുകാണ്ടേ പിന്മാറാനേ ഇന്നെ കിട്ടൂല. ഒരു പെണ്ണെ, എനിക്കെന്താ ഭ്രാന്താണ്? മൂപ്പർക്ക് ഇത്രക്ക് വാശിയാന്നുണ്ടെങ്കിൽ ഇക്കും വാശി തന്നെയാണ്. ഞാൻ ഈ കല്യാണത്തിന് റെഡിയാണ്. അവ ഇത് കുട്ടിക്കളിയല്ല,
ജീവിതാണ്. ആ മാക്രിനെ ഇഷ്ടാതാത്ത. ഇതിപ്പോ നല്ല കഥ. ഇതിന്റെ അടുക്കാനോട് ഇഷ്ടം തോന്നി അവൾക്ക്. ഈ പെണ്ണ് എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നാണോ? ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഒന്നും കാണാത്തോള് ഇങ്ങനൊന്നും നോക്കൂല. എന്നാലും പേടിയാണ്. ജീവിതം വെച്ചിട്ടാണ് ഈ പെണ്ണ്. എന്നാലും ഞാൻ ഈ മാക്രീനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ രാവിലെ അത്രയും വിളിച്ചത്. പിന്നെ അപ്പൊ ഇതിന് കല്യാണത്തിന് സമ്മതിച്ച. ഓ ഇവനാണല്ലോ, ഇവൻ ഇത്. ഹലോ, നിന്നെ കെട്ടാൻ എനിക്ക് പൂർണ്ണ സമ്മതാണാവുക. ഞാൻ ഉമ്മയോട് സമ്മതം പറഞ്ഞു. വെച്ചുറപ്പിക്കാൻ ഞങ്ങൾ വരുന്നുണ്ട്. നിന്റെ ഈ അഹങ്കാരം എൻ്റെ വീട്ടിലോട്ട് കെട്ടിക്കൊണ്ട് വന്നു. ഞാൻ മാറ്റി തരാം. വളരെ സന്തോഷം ഷാനെ. അന്റെ തൻ്റെ അവിടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതേ ഇക്കൊന്ന് കാണണം. നിശ്ചയത്തിന് വരുമ്പോഴേ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സെറ്റായിട്ട് പോവാ. അല്ലാതെ വീണ്ടും വന്നുകാണ്ടേ എന്നോട് അലറരുതിട്ടാ. കാരണം പെണ്ണ് കാണാൻ വന്നപ്പോഴേ പിന്നെ അമ്മാതിരി നോട്ടാണല്ലോ നോക്കുന്നത്. അതേപോലെ വന്ന് നോക്കരുതിട്ടാ. അത് മറക്കരുതിട്ട ഷാനെ. നീ നോക്കിക്കോടി. എൻ്റെ വീട്ടിലെത്തുമ്പോ നിന്റെ ഈ അഹങ്കാരം എനിക്കൊന്ന് കാണണം. ഓ വേറൊന്നും പറയാനില്ലാന്നുണ്ടെങ്കിലേ ഞാൻ ഫോൺ വെക്കട്ടെ. നീ ആള് കൊള്ളാലോടി പെണ്ണെ. ഇതൊരു ഭീഷണി. ഇവൻ നിന്നെ അവിടെ കൊണ്ടിട്ട് കൊല്ലാ പോലെ ചെയ്യാറുണ്ട്. ഓരോരോ ആവശ്യത്തിന് പറയണതാണ്. ആ മാക്കിന്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പേടിയാണ്. വരുന്നോടത്ത് വെച്ച് കാണാം.